ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കിച്ചൺ ഗാർഡനിലാണ്. എനിക്കൊരു ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഒരു 3-4 ടൈപ്പ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 4 വെണ്ടയ്ക്കയുടെ തൈ ഉണ്ട് കേട്ടോ, കായ്ക്കുന്നത്. പിന്നെ ചെറിയ തൈകളുണ്ട്, ഗ്രോ ബാഗിലൊരു 4-5 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടാവും ഞാനിതൊക്കെ എന്തിനാണ് പറയണതെന്ന്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്, അതായത് ഒരു സ്നാക്കാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, വെണ്ടയ്ക്ക ബജിയാണ്. നമ്മൾ മുളക് ബജിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബജിയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഫ് കൂടെ ചെയ്യുന്നുണ്ട്, അതായത് ഒരു സ്റ്റഫിങ്ങും കൂടെ വെച്ചിട്ട് വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കിയാൽ കിടിലനായിരിക്കും. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക, ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മൂപ്പുള്ള വെണ്ടയ്ക്ക ഉപയോഗിക്കരുത്, കുറച്ച് എന്താ പറയുക, കുറച്ച് മൂപ്പൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു അധികം മൂക്കാത്ത വെണ്ടയ്ക്കില്ല, അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക വറുക്കാം. ഇതുണ്ടല്ലേ, നമ്മൾ നട്ടുണ്ടാക്കിയ വെജിറ്റബിൾസൊക്കെ പറിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം പറിക്കാം. ഒരു 10 വെണ്ടയ്ക്കയുടെ തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം 10 വെണ്ടയ്ക്ക കിട്ടും കേട്ടോ. ഇവിടെ എനിക്കിപ്പോൾ കായ്ക്കുന്ന 4 തൈയുള്ളൂ, ഇപ്പോൾ എനിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ നിന്ന് ഒരെണ്ണോടെ പറിക്കാം. ഇത് പുതുതായിട്ടുണ്ടായ വെണ്ടയ്ക്ക കേട്ടോ, ഇത് ഹൈബ്രിഡ് ആയിട്ടാണ്. മറ്റേത് നാടൻ വെണ്ടയ്ക്കയാണ്. ഇവിടെ ഉണ്ട്, കായൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക കൂടെ വേണമെങ്കിൽ പറിച്ചെടുക്കാം. തളിര് തന്നെയാണിത്. ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി കുറച്ച് വെണ്ടയ്ക്ക പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കകൾ കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഓർഗാനിക്കാണ്, രാസവളമൊന്നും ചേർക്കാത്ത വെണ്ടയ്ക്കയാണത്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഞാനിവിടെ 1/4 കപ്പ് വീതം കടലമാവ്, ഗോതമ്പ് പൊടി, മൈദ, അതുപോലെ 1/4 കപ്പ് അരിപ്പൊടി, ഇവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാനിവിടെ ചേർക്കുന്നത്, എരിവ് വേണ്ട. അടുത്തതായിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. ഇവിടെ ഞാൻ 4 കാന്താരി മുളക് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് 1 പച്ചമുളക് എടുക്കാം. അതുപോലെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടെ വരട്ടെ നമ്മുടെ ബാറ്ററിന്. പിന്നെ 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണിത്, ഇത് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്, 4 ചെറിയ ഉള്ളിയാണ്, ചെറിയ 4 ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. 1-2 പിഞ്ച് ബേക്കിംഗ് സോഡ മതി കേട്ടോ, ഒരുപാട് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചേ, ഒരു 1/4 കപ്പ് കൂടെ ഒഴിക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബജി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിരിക്കുകയാണ്, ചെറിയ തേങ്ങയുടെ 1/2 മുറി പീസ് കേട്ടോ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു പീസ് പുളി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒന്നുകിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ കാന്താരി മുളക് ചേർക്കാം. ഒരു 10ഓളം കാന്താരി മുളക് ചേർക്കുന്നുണ്ട്, എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ചേർക്കാം. ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ സാധാരണ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത നമ്മുടെ ചമ്മന്തിയാണിത്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറിച്ചെടുത്ത വെണ്ടയ്ക്കയും അതുപോലെ ഇന്നലെ ഞാൻ പറിച്ചു വെച്ച വെണ്ടയ്ക്കയും കൂടെ എടുത്തിരിക്കുക കേട്ടോ. എത്രത്തോളം വെണ്ടയ്ക്ക ഉണ്ട് നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അത് ബാറ്ററും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിയും കൂടെ നോക്കിയിട്ട് വേണ്ട എടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടത്. ജസ്റ്റ് ഒന്നുകിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് വെണ്ടയ്ക്ക മുറിച്ചെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ, ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളത്. കാരണം കത്തി ഉപയോഗിച്ചിട്ട് മുറിഞ്ഞു പോകുന്നത് പോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് മുറിഞ്ഞു പോവില്ല, അതാണ് കാര്യം. ഇങ്ങനെ നെടുകെ മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തെ സീഡ്സ് നമുക്ക് എടുത്ത് മാറ്റാം. മുഴുവൻ കളയണമെന്നൊന്നുമില്ല, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് വേണം, അതാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ഭാഗം എടുത്താൽ മതി കേട്ടോ, മുഴുവൻ എടുത്ത് കളയണ്ട. കുറച്ച് സീഡ്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള അകത്തുള്ള ഈ ഒരു പീസാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഫില്ല് ചെയ്യാം. കാന്താരി മുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചമ്മന്തി അത്യാവശ്യം നല്ല സ്പൈസി കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സ്പൈസി ആയിട്ടുള്ള ബജികളൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു വെണ്ടയ്ക്ക ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വെണ്ടയ്ക്ക എടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കകളാണ്. ഒരു 10 വെണ്ടക്ക വരെ സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു.
ഓരോ വെണ്ടയ്ക്കയായി എടുത്തിട്ട് നമുക്ക് ബജ്ജി മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇത് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു വെണ്ടയ്ക്ക എടുക്കാം. ഈ വെണ്ടയ്ക്ക നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. സ്പേസ് ഉണ്ടെങ്കിൽ 3 വെണ്ടയ്ക്ക വരെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ, അതുവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. തിരിച്ചിട്ട് കൊടുക്കുക വേണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടാൽ മുളക് ബജി പോലെയൊക്കെ ഉണ്ടല്ലേ, നല്ല നീളത്തിൽ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം അകത്ത് വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരണം. എന്നാൽ വെണ്ടയ്ക്കയുടെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള ചമ്മന്തി കുക്കായി വരണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ബജി റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല നീളമുള്ള വെണ്ടയ്ക്ക എടുക്കുകയാണെങ്കിൽ വലിയ ബജി കിട്ടും. ഇനി ചെറുതാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ചെറിയ വെണ്ടയ്ക്ക എടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഇത് ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബഞ്ച് വെണ്ടയ്ക്ക ബജി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്റ്റഫിങ്ങോട് കൂടിയിട്ടുള്ള വെണ്ടയ്ക്ക ബജിയാണിത്. നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പൈസി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.